അങ്ങനെ ഇന്ന് ഹെൽത്തി കെയിനിൽ വന്നിട്ടാണേ ഉള്ളത്. കുറച്ച് ഹെൽത്തും കൂടി നോക്കാന്ന് വിചാരിച്ചു. ഇവരിവിടെ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഞാൻ ആദ്യമായിട്ടാണേ ഇവിടെ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയായി വരണം വരണം എന്ന് വിചാരിക്കുന്നതല്ലാണ്ട് എപ്പോൾ മറന്നു. അപ്പോൾ ഇവിടെ ഷുഗർ കെയിൻ, അതായത് നമ്മളെ കരിമ്പ് ജ്യൂസിന്റെ കുറേ വെറൈറ്റീസ് ഉള്ള ഒരു ഷോപ്പാണേ. നമ്മളെ കണ്ണൂർ ടൗണിൽ തന്നെ നല്ല ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടുന്ന ഒരു സ്പോട്ട്. നോർമൽ ഷുഗർ കെയിൻ ജ്യൂസ് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ കുറേ മിക്സിംഗ് ഐറ്റവും വരുന്നുണ്ട് ഇവരത്. അപ്പോൾ നല്ല ഓട്ടോമാറ്റിക് മെഷീനിൽ കരിമ്പ് ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് അതിന്റെ ജ്യൂസ് ഇങ്ങനെ ജഗ്ഗിലേക്ക് മാറ്റുന്നുണ്ട് അവര്. നല്ല സ്പീഡായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. കരിമ്പൊക്കെ ഫ്രീസറിൽ നല്ല തണുപ്പിച്ച കരിമ്പാണ് ഇത്. ഇപ്പം മിക്കവാറും എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഓട്ടോമാറ്റിക് മെഷീൻ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഇവിടെ ഒരു ഫ്രിഡ്ജ് നിറയെ കരിമ്പ് ഇതാ ഇങ്ങനെ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെയുണ്ട്. അപ്പം ഞാനിന്ന് ലെമൺ ഷുഗർ കെയിൻ ജ്യൂസ് ആണ് പറഞ്ഞത്. അപ്പം അതിലേക്ക് മിക്സ് ആക്കാനുള്ള ലെമണാണ് പുള്ളി സെറ്റ് ആക്കുന്നത്. പാർസൽ ഇവർ കുപ്പിയിലാണ് ആക്കിത്തരാം. സ്മോള്, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞിട്ട് 3 സൈസിൽ ഇവർക്ക് വരുന്നുണ്ട്. അത് ഏത് ഫ്ലേവറിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലെമൺ ഫ്ലേവറിലേക്ക് വേണ്ടുന്ന ലെമൺ മിക്സിയിലേക്ക് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് ആക്കുന്നുണ്ട്. ലെമൺ മാത്രമല്ല, കുറേ അധികം ഫ്ലേവർ ഉണ്ട് ഇവിടെ. അതായത് കാന്താരി, നെല്ലിക്ക, ക്യാരറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവർക്ക് മിക്സിങ് വരുന്നത്. അപ്പോൾ ആദ്യം ആ ഫ്ലേവറിന് വേണ്ടുന്ന ലെമൺ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഷുഗർ കെയിൻ ജ്യൂസും കൂടി ഇതാക്കിയിട്ട് അതിന് നല്ലോണം ഒന്ന് മിക്സ് ആക്കും. ഈ ഒരു ലെമൺ കെയിന് റേറ്റ് വരുന്നത് 40, 75, 130 അങ്ങനെയാണ്. അതായത് സ്മോള്, മീഡിയം, ലാർജ്. ലെമൺ വേണ്ടുന്നവർക്ക് ലെമൺ ആഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ ജിഞ്ചർ വേണ്ടുന്നവർക്ക് ജിഞ്ചർ, മിൻറ്റ് വേണ്ടുന്നവർക്ക് മിൻറ്റ്, ചില്ലി വേണ്ടുന്നവർക്ക് ചില്ലി, അതുപോലെ തന്നെ പെപ്പർ വേണ്ടുന്നവർക്ക് പെപ്പർ, അങ്ങനെ എല്ലാ ഫ്ലേവേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ലാർജാണ് വാങ്ങിയത്. അതിൻ്റെ ബോട്ടിലാണ് അത് ഫില്ലാക്കുന്നത്. ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് കുറേ ആയേ. ഞാനാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും ഇതിൻ്റെ മുമ്പിലോട്ട് പോകാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഇവിടത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു മുഹൂർത്തമായത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ JS പോളിൻ്റെ അവിടുന്ന് മുനീശ്വരൻ കോവിലിൻ്റെ അവിടത്തേക്ക് പോകുമ്പോൾ MVK റെസ്റ്റോറൻറ്റിൻ്റെ നേരെ മുമ്പിൽ ഹെൽത്തി കെയിൻ.